രാജ്യത്തിൻ്റെ പ്രഥമ പൗരനായ രാഷ്ട്രപതി മുതൽ കേരളത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനായ ചീഫ് സെക്രട്ടറി വരെയുള്ളവരുടെ ശമ്പളം അറിയാൻ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഡോണ്ട് മിസ് ഇറ്റ്. രാജ്യത്തിൻ്റെ മൊത്തം ഭരണ സംവിധാനത്തെ സൗകര്യത്തിനായി നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്ന്, ബ്യൂറോക്രാറ്റുകളും ജുഡീഷ്യറിയും. രണ്ട്, ബോർഡുകൾ, കമ്മീഷനുകൾ, കോർപ്പറേഷനുകൾ എന്നിവയുടെ ചെയർമാൻമാർ. മൂന്ന്, രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്സ്. ബ്യൂറോക്രാറ്റുകൾ, ജുഡീഷ്യറി എന്നിവയുടെ കീഴിൽ വരുന്ന പദവികളും അവരുടെ ശമ്പളവും. ക്യാബിനറ്റ് സെക്രട്ടറിക്ക് 2,50,000 രൂപ. ഇത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവിയാണ്. ചീഫ് സെക്രട്ടറി ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പദവിയിലുള്ള ഉദ്യോഗസ്ഥനാണിത്. അദ്ദേഹത്തിൻ്റെ ശമ്പളം 2,25,000 ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ 2,80,000. സുപ്രീം കോടതി ജഡ്ജ് 2,50,000. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് 2,50,000. ഹൈക്കോടതി ജഡ്ജ് 2,25,000. ഇനി നമുക്ക് ബോർഡ്, കമ്മീഷൻ മുതലായവയുടെ ചെയർമാൻമാരുടെ ശമ്പളം നോക്കാം. കേരള PSC ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ നിലവിലെ ശമ്പളം 4,10,000 രൂപയാണ്. 2025 പിണറായി ഗവൺമെൻറ്റാണ് PSC ചെയർമാൻമാരുടെയും അംഗങ്ങളുടെയും ശമ്പളം പരിഷ്കരിച്ചത്. 76,450 രൂപ ബേസിക് പേയും മറ്റ് അലവൻസുകൾ ഉൾപ്പെടെ 2,26,000 രൂപയായിരുന്ന ശമ്പളമാണ് ഒറ്റയടിക്ക് ഇത്രയും രൂപയായി വർദ്ധിപ്പിച്ചത്. അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതുപോലെ PSCയിലെ ഒരു അംഗത്തിന് ലഭിക്കുന്ന ശമ്പളം എത്രയാണ്? 4 ലക്ഷം രൂപയാണ്. ഒരു ക്യാബിനറ്റ് സെക്രട്ടറിയോ ചീഫ് സെക്രട്ടറിയോ വാങ്ങിക്കുന്ന ശമ്പളത്തേക്കാൾ കൂടുതലാണ് ഇത്. ഇനി അടുത്ത് നമുക്ക് UPSC ചെയർമാൻ്റെ ശമ്പളം നോക്കാം. അത് 2,50,000 രൂപയാണ്. ഒരു ഇലക്ഷൻ കമ്മീഷണർ വാങ്ങുന്ന ശമ്പളവും 2,50,000 രൂപയാണ്. ഇനി നമുക്ക് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്സ് അവരുടെ ശമ്പളം എത്രയാണെന്ന് നോക്കാം. പ്രസിഡൻറ്റ് 5 ലക്ഷം, വൈസ് പ്രസിഡൻറ്റ് 4 ലക്ഷം, ഗവർണർ 3.5 ലക്ഷം, പ്രധാനമന്ത്രി 2,80,000, കേരള മുഖ്യമന്ത്രി 1,85,000.